you a NEET aspirant and are you confused on choosing the right reference book? Here I am to help you. എൻ്റെ പേര് ഡോക്ടർ ഫാസ്ല. ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഹൗസ് സർജനാണ് ആൻഡ് ഡോപ്പയിലെ ബയോളജി ഫാക്കൽറ്റിയാണ്. റെഫറൻസ് ബുക്ക് ഏത് ചൂസ് ചെയ്യണമെന്ന് ഓരോ നീറ്റ് ആസ്പിറന്റിന്റെയും സംശയമാണ്. അപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ ഇഷ്ടം പോലെ റെഫറൻസ് ബുക്ക് ഇല്ലേ? യെസ്. ഏത് രീതിയിലാണ് നമ്മൾ ഒരു റെഫറൻസ് ബുക്ക് ചൂസ് ചെയ്യേണ്ടത്? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, നീറ്റിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അടങ്ങിയിട്ടുള്ള റെഫറൻസ് ബുക്ക് ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി പോലത്തെ സബ്ജക്ട്സിന്റെ റെഫറൻസ് ബുക്ക് ചൂസ് ചെയ്യുമ്പോൾ IIT പോലത്തെ എക്സാംസിലൊക്കെ ടഫ് ക്വസ്റ്റ്യൻസ് ഇല്ല, അതൊന്നും നമുക്ക് നീറ്റിന് ആവശ്യമില്ല. അപ്പോൾ കുറച്ചും കൂടി നീറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉള്ളത് നിങ്ങൾ വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ബയോളജി ഞാൻ എപ്പോഴും പറയും, ഇതൊരു പെയ്ഡ് ഫോം ഒന്നുമല്ല. NCERT ഫിംഗർ ടിപ്സ് ഒക്കെ വളരെ നല്ല ബുക്കാണ്, നമുക്ക് അറിയാൻ നല്ല ബുക്കാണ്. ഒരുപാട് ഇഷ്ടം പോലെ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്, ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും. പക്ഷേ ഏതൊരു റെഫറൻസ് ബുക്ക് നിങ്ങൾ ചൂസ് ചെയ്യുന്ന അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക. ഏറ്റവും നല്ല അത്യാവശ്യം ഒരുപാട് ക്വസ്റ്റ്യൻസ് അടങ്ങിയിട്ടുള്ള ഏത് റെഫറൻസ് ബുക്ക് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. തെറ്റ് കുറഞ്ഞത് നിങ്ങൾ നോക്കിയെടുക്കുക കേട്ടോ. പരിഹാരം ചില റെഫറൻസ് ബുക്കിലൊക്കെ കുറച്ച് തെറ്റുകൾ ഉണ്ടാവും. അപ്പം ആ തെറ്റ് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റുമല്ലോ അല്ലേ, ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ. അപ്പോൾ അതപ്പം തന്നെ നിങ്ങൾ കറക്റ്റ് ചെയ്തുകൊണ്ട് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് അടങ്ങിയിട്ടുള്ള നല്ലൊരു റെഫറൻസ് ബുക്ക് നിങ്ങൾ തിരഞ്ഞെടുക്കുക. അത് ഏതും ആവാം. പക്ഷേ ഏത് ബുക്ക് തിരഞ്ഞെടുക്കുന്നു എന്നതിലല്ല, എങ്ങനെയാണ് നമ്മൾ ആ റെഫറൻസ് ബുക്ക് യൂസ് ചെയ്യുന്നത് എന്നതിലാണ് കാര്യം ഇരിക്കുന്നത്. അപ്പോൾ ഓരോ ടോപ്പിക്ക് നമ്മൾ കഴിയുമ്പോഴും റെഫറൻസ് ബുക്ക് എടുക്കുന്നു, അതിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു നോക്കുന്നു, ശരിയായത് അപ്പം തന്നെ നമ്മൾ ടിക്കിട്ട് പോവാം. തെറ്റാവുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ നിങ്ങൾ കൺഫ്യൂഷനുള്ള ക്വസ്റ്റ്യൻസിൽ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ നമ്പറിന്റെ നേരെ ഒരു സർക്കിൾ ഇട്ട് വെക്കുക. അതായത് ഇത് ഫ്യൂച്ചർ റെഫറൻസിനുള്ളതാണ്. ഇനിയും നമ്മൾ ഒരു വട്ടം റിവൈസ് ചെയ്യുമ്പോൾ ഈ ക്വസ്റ്റ്യൻസിലായിരിക്കും നമ്മൾ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടത്. പിന്നെ നിങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചോട്ടെ കുഴപ്പമില്ല, ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾക്ക് തരുന്ന ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ടാവും. അപ്പം ഡോപ്പിൻ്റെ ഏറ്റവും മെയിൻ ഹൈലൈറ്റ് ആയിട്ട് നമ്മൾ ഇവിടെ കൊടുക്കുന്ന സാധനമാണ് നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ ബാങ്ക്. ഒരുപാട് ആൾക്കാർ നല്ല റിവ്യൂസ് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഫാക്കൽറ്റീസ് ഇവിടെ ഇരുന്ന് ഉണ്ടാക്കുന്നതാണ്. നമ്മുടെ കഴിഞ്ഞ നീറ്റിലാണെങ്കിലും അതിന് മുന്നത്തെ നീറ്റിലാണെങ്കിലും ഒക്കെ ക്വസ്റ്റ്യൻസ് ഇഷ്ടം പോലെ ആ ഒരു ബുക്കിൽ നിങ്ങൾക്ക് കാണാം. എനിക്ക് തോന്നുന്നു അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല. എനിക്ക് അത്രയും ഉറപ്പ് പറയാൻ പറ്റും. അത്ര കിടിലനായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ബാങ്കാണ് നമ്മുടെ ഇവിടുത്തെ ഫാക്കൽറ്റീസ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. സോ ആ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ബി വെരി ഗുഡ് ഫോർ യുവർ എക്സാം പ്രിപ്പറേഷൻ. ഓക്കെ. പിന്നെ നമ്മൾ റെഫറൻസ് ബുക്കിൽ എപ്പോഴും നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്ന ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഞാൻ പറഞ്ഞുതരാം. ഒരു ദിവസം ചിലപ്പോൾ ഒരുപാട് ടോപ്പിക്സ് എടുക്കുമ്പോൾ ആ ഒരു ദിവസം ടോപ്പിക്സ് പഠിച്ചു തീരുമ്പോൾ തന്നെ സമയമാവും. അപ്പം നിങ്ങൾക്ക് റെഫറൻസ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ മാത്രം ടൈം കിട്ടിയെന്ന് വരില്ല. അത്തരം ദിവസങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ടോപ്പിക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് ടൈം മാനേജ് ചെയ്യൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ദിവസവും റെഫറൻസ് ബുക്കിൽ ഡെയിലി മിനിമം 60 ക്വസ്റ്റ്യൻസ് എങ്കിലും നിങ്ങൾ ചെയ്തിരിക്കണം എന്നുള്ളതിനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാണ്. അത്രയും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള എക്സാം ആണ് നിങ്ങൾ 2025 എഴുതാനായിട്ട് പോകുന്നത്. ഒരിക്കലും നിങ്ങൾ തള്ളിക്കളയരുത്. ഓരോ ദിവസവും ഇമ്പോർട്ടൻ്റ് ആണ്. അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്ന കുട്ടികളാണ് നമുക്ക് ഇന്ത്യയിൽ ഒട്ടനവധി ആയിട്ടുള്ളത്. അവരുടെയൊക്കെ മുന്നിൽ നിങ്ങൾക്ക് ടോപ്പ് ആവണം എന്നുണ്ടെങ്കിൽ റൈറ്റ് ഫ്രം ദ ഡേ 1 നിങ്ങൾ അതേ സീരിയസ്നെസ്സോട് കൂടിയിട്ട് തന്നെ പഠിക്കണം. അപ്പോൾ ഏത് റെഫറൻസ് എടുക്കുകയാണെങ്കിലും നിങ്ങൾ ആ റെഫറൻസ് ബുക്ക് ഡെയിലി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ആ റെഫറൻസ് ബുക്ക് തന്നെ റിവൈസ് ചെയ്യാനായിട്ടും നിങ്ങൾ സമയം കണ്ടെത്തുക. എന്നാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പൂർണ്ണ വിജയത്തിലോട്ട് എത്തിപ്പെടാനായിട്ട് പറ്റും.